എന്തായാലും അവൾ വല്ലാത്തൊരു പെണ്ണ് തന്നെ. കള്ളും കുടിച്ചു വന്ന് ബോധമില്ലാതെ സ്വന്തം മോളെ തന്നെ കയറിപ്പിടിച്ച് ഒടുക്കം കൊന്നുകളഞ്ഞ ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടി കോടതിയിൽ വക്കീലുമായി പോയേക്കുന്നു. കേസിൽ നിന്ന് അവൻ ഊരി. കൊച്ചു ബാത്റൂമിൽ തലയിടിച്ച് വീണതാണെന്ന് അവൾ തന്നെ മൊഴി കൊടുത്തു. അടിപൊളി, വല്ലാത്ത ജന്മങ്ങൾ തന്നെ. മിക്കവാറും കൊച്ചിനെ കെട്ടിയോന് പിടിക്കാൻ കൊടുത്തതും ഇവളാകും. ഓരോരോ ജന്തുക്കൾ. കോടതി വളപ്പിലെ ചർച്ചകൾ ഇപ്രകാരമായിരുന്നു. എന്തു, നീ ചെയ്തത് വല്ലാത്ത ക്രൂരതയായിപ്പോയി. നിന്റെ മോളെപ്പറ്റി നീ ഓർത്തില്ല. നിനക്ക് വലുത് കെട്ടിയോനാണല്ലേ. ആ കുഞ്ഞിന് കിട്ടേണ്ട നീതിയാണ് നീ തട്ടിക്കളഞ്ഞത്. കൂട്ടുകാരിയുടെ ആ ചോദ്യത്തിന് മുന്നിൽ എന്തോ മറുപടി പറഞ്ഞില്ല. ഇനിയിപ്പോ നാട്ടിലിറങ്ങി നടക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അല്ലേലും അയാൾക്കൊപ്പം നിനക്ക് എങ്ങനെ കഴിയാൻ പറ്റൂ ഇനി? ഇതൊന്നും നീ ഓർത്തില്ലേ എന്തോ? കൂട്ടുകാരി വീണ്ടും കുത്തി കുത്തി ചോദിക്കുമ്പോഴും അവൾ മൗനമായി തന്നെ ഇരുന്നു. പിന്നെ ചോദ്യങ്ങളുണ്ടായില്ല. സമയം പതിയെ ഇഴഞ്ഞു നീങ്ങി. ആകെയുള്ള കൊച്ചുപോയി. ഇനി കെട്ടിയോനും കൂടി ഇല്ലാതെ ആയാൽ ജീവിതത്തിൽ ഒറ്റയ്ക്കായി പോകും. അതുകൊണ്ടാണെന്ന് അയാൾക്ക് വേണ്ടി അവൾ സാക്ഷി പറഞ്ഞത്. വക്കീല് പറഞ്ഞ് അറിഞ്ഞതാ. വല്ലാത്തൊരു ചിന്താഗതിയായിപ്പോയി. പിന്നല്ലാണ്ട് സ്വന്തം മോളെ സ്വന്തം കെട്ടിയോൻ തന്നെ പീഡിപ്പിക്കാൻ നോക്കി കൊന്നുകളഞ്ഞോ? എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ കോടതിയിൽ അയാൾക്ക് അനുകൂലമായി സാക്ഷി പറഞ്ഞേക്കുന്നു. കൊച്ചു കാല് തെറ്റി വീണ് തലപൊട്ടിയതാണെന്ന്. കോടതിക്കുള്ളിലും കുത്തുവാക്കുകളും അടക്കം പറച്ചിലുകൾക്കും ഒട്ടും കുറവില്ലായിരുന്നു. എടീ, സ്വന്തം മോള് കെട്ടിയോന് കൂട്ടിക്കൊടുക്കാൻ നോക്കിയത് നീ തന്നെയല്ലേ? അതല്ലേ നീ അവനെ രക്ഷിക്കാൻ വേണ്ടി മൊഴി കൊടുത്തത്? കലിയടങ്ങാതെ ഒരുവൻ ചോദിക്കുന്നത് ഇന്ദുവിൻ്റെ മുഖത്ത് തന്നെ നോക്കി ചോദിച്ചു. ചേട്ടാ, ഇങ്ങനെയൊന്നും പറയല്ലേ. ഞാനിതൊന്നും മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ്. വളരെ ദയനീയമായി നോക്കിയവൾ. ഓ പിന്നെ, ചിന്തിക്കാത്ത ആള്. അറിയാടിയെല്ലാം. ഞങ്ങൾ നാട്ടുകാരവനെ വെറുതെ വിടുമെന്ന് നീ കരുതണ്ട. ഇനിയുള്ള കാലം അവനൊപ്പം ജീവിക്കാമെന്നുള്ള പൂതി നീ അങ്ങ് മറന്നേക്ക്. അത് നടക്കില്ല. ഇത്രയും വലിയ ക്രൂരത ചെയ്ത അവനെ ഞങ്ങൾ നാട്ടുകാർ കൈകാര്യം ചെയ്തോളാം. ഭീഷണിയോടെയാണ് അയാൾ നടന്നകന്നത്. എന്തോ, ഇനി ഞാൻ നിൻ്റെ ഒപ്പം നിൽക്കില്ല. എന്തോ മനസ്സുകൊണ്ട് എനിക്കതിന് പറ്റുന്നില്ല. വേറെ വിരോധമൊന്നും തോന്നരുത്. എന്തേലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇനി എന്നെ വിളിച്ചാൽ മതി. ഒടുവിൽ കൂട്ടുകാരി കൂടി അകലുമ്പോഴും ഇന്ദു മൗനമായി തന്നെ ഇരുന്നു. കോടതി വെറുതെ വിട്ടതിനാൽ തന്നെ നിയമപരമായുള്ള നൂലാമാലകൾ അവസാനിപ്പിച്ചു. അല്പം കൂടി കഴിയവേ അവളുടെ ഭർത്താവ് പ്രകാശൻ പുറത്തേക്ക് വന്നു. ചുറ്റുമൊന്ന് കണ്ണോടിക്കവേ അകലെ ചുവരിൽ ചാരി നിൽക്കുന്ന ഇന്ദുവിനെ കണ്ടു അയാൾ. ഒരു നിമിഷം അവളെ അഭിമുഖീകരിക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും ധൈര്യം സംഭരിച്ച് അരികിലേക്ക് ചെന്നു പ്രകാശൻ. ഇന്ദു. ആ വിളി കേൾക്കവേ ഞെട്ടിത്തിരിഞ്ഞു പോയി ഇന്ദു. കൺമുന്നിൽ പ്രകാശനെ കണ്ട് ഒരു നിമിഷം അങ്ങനെ നോക്കി നിന്നു അവൾ. ഇന്ദു, നീ എന്നോട് ക്ഷമിക്കണം. പറ്റിപ്പോയി. കള്ളു കുടിച്ച് ബോധമില്ലാതായപ്പോൾ നമ്മുടെ മോളെ ഞാൻ മനഃപൂർവ്വമൊന്നും അല്ല. അവൾക്ക് മുന്നിൽ പൊട്ടിക്കരയുകയായിരുന്നു അയാൾ. എന്നാൽ മറുപടിയൊന്നും പറഞ്ഞില്ല ഇന്ദു. അതോടെ പ്രകാശിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു പരുങ്ങൽ അനുഭവപ്പെട്ടു. ഇന്ദു, എന്തേലും ഒന്ന് പറയ് നീ. വേണേൽ എന്നെ തല്ലിക്കോ, അല്ലെങ്കിൽ കൊന്നോ. എൻ്റെ തെറ്റ് മാപ്പ് അർഹിക്കാത്തതാണ്. ഇത്തവണ അവളുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു അവൻ. കൊല്ലാൻ ആൾ റെഡിയാണ് പുറത്ത്. നാട്ടുകാർ റെഡിയാണ്. അവരുടെ കയ്യിൽ കിട്ടിയാലുള്ള അവസ്ഥ അറിയാലോ. ഇഞ്ചിഞ്ചായി നിങ്ങളെ കൊല്ലും അവർ. സംശയമുണ്ടോ? ആ ചോദ്യം കേൾക്കവേ പ്രകാശിൻ്റെ മുഖത്തേക്ക് ഭീതി നിഴലിച്ചു. അതിനവർക്കെന്താ എന്തോ? മരണപ്പെട്ടത് നമ്മുടെ മോളല്ലേ. അതിൽ നിനക്ക് പരാതിയില്ലേൽ പിന്നെ ആർക്കാ പ്രശ്നം? നമ്മളാരെയും പേടിക്കണ്ട. പോലീസ് സംരക്ഷണം നൽകും. നമുക്ക് പരാതിപ്പെടാം. ഈ നാട് വിട്ട് വേറെ എവിടേക്കെങ്കിലും പോകാം നമുക്ക്. നമ്മളെ അറിയാത്ത ആൾക്കാരുള്ള എവിടേക്കെങ്കിലും. പതിയെ പതിയെ എല്ലാവരും മറന്നോളും. ഭയത്തോടെ തന്നെ ചുറ്റും പരതി നോക്കിക്കൊണ്ടാണ് അയാൾ അത് പറഞ്ഞത്. ആരാ പറഞ്ഞേ മറക്കുമെന്ന്? മറക്കില്ല, ഒന്നും മറക്കില്ല. അങ്ങനെ മറക്കേണ്ട മുഖമാണോ നമ്മുടെ മോളുടേത്? ദൃഢമേറിയ ആ വാക്കുകൾ കേട്ട് ഞെട്ടലോടെയാണ് പ്രകാശൻ തിരിഞ്ഞത്. കൺമുന്നിൽ നിൽക്കുന്ന ഇന്ദുവിൻ്റെ ഭാവമാറ്റം, അവളുടെ മിഴികളിലെരിയുന്ന അഗ്നി ഒരു നിമിഷം അവൻ്റെ നെറ്റി ചുളിച്ചു. ഇന്ദു, എന്താ നീ ഇങ്ങനെ? പറഞ്ഞത് മുഴുവിപ്പിക്കാൻ കഴിഞ്ഞില്ല പ്രകാശന്. അടിവയറ്റിലൊരു കത്തി തുളഞ്ഞു കയറുന്ന വേദന നല്ലതുപോലെ അറിഞ്ഞു അവൻ. ചുടുചോരയുടെ ഗന്ധം അവിടമാകെ പരക്കവേ ഒരു നിമിഷം ആ കോടതി വരാന്തയിൽ അത് കണ്ടു നിന്നവരുടെ മിഴികൾ ഭയത്താൽ തുറിച്ചു. അടുത്ത നിമിഷം ആ കത്തി വലിച്ചൂരി വീണ്ടും പ്രകാശിൻ്റെ നെഞ്ചത്തേക്ക് ആഞ്ഞു കുത്തി ഇന്ദു. ഇത്തവണ ശരിക്കും അവൻ പിന്നിലേക്ക് വീച്ചുപോയി. ദേ, ആ പെണ്ണുമ്പോൾ അങ്ങനെ കുത്തി! ഭയത്തോടെ ആരോ വിളിച്ചു പറയുമ്പോൾ
ഓടിയെടുത്ത പോലീസുകാർ ഒരു നിമിഷം നടുങ്ങി നിന്നുപോയി. ആ സമയം ഭ്രാന്തമായ അവസ്ഥയിലേക്ക് മാറിയിരുന്നു ഇന്ദു. താൻ എന്താടോ കരുതിയേ? എൻ്റെ കുഞ്ഞിനെ, എൻ്റെ പൊന്നു മോളെ കൊന്നു കളഞ്ഞ തന്നെ ഞാനെല്ലാം മറന്ന് സ്നേഹിക്കുമെന്നോ? ഒരു നിയമത്തിന് നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. അങ്ങനെ ജയിലിൽ കിടന്ന് നീ തിന്ന് ചീർക്കണ്ട. എൻ്റെ മോൾക്കുള്ള നീതി അമ്മയായ ഞാൻ നടപ്പിലാക്കും. അതിനുവേണ്ടി തന്നെയാണ് നിന്നെ വക്കീലിനെ കൊണ്ട് വെളിയിലിറക്കിയത്. അത്രയും പറഞ്ഞുകൊണ്ട് അലർച്ചയോടെ കത്തി വലിച്ചൂരി ഇന്ദു. അമിതമായ വേദനയിൽ പിന്നിലേക്ക് വേച്ചു വീണു പ്രകാശൻ. നിലത്തു കിടന്ന അയാൾ പിടയുമ്പോൾ ഓടിയെത്തിയ പോലീസുകാർ ബലമായി ഇന്ദുവിനെ കീഴ്പ്പെടുത്തി. അയാളെ വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. പോലീസുകാരിൽ ഒരാൾ അലറി. ഒരു കാര്യമില്ല സാറേ, അവൻ്റെ ചങ്കിലാണ് ഞാൻ രണ്ടാമത് കത്തി കുത്തി ഇറക്കിയത്. ഇനി അവൻ ജീവിക്കില്ല. എൻ്റെ കൊച്ചിനെ കൊന്നിട്ട് അവൻ ജീവിക്കേണ്ട. ഒരു ഭ്രാന്തിയെപ്പോലെ അലറി ചിരിച്ചു അവൾ. ആ പറഞ്ഞത് സത്യമായി. നിമിഷങ്ങൾക്കകം അവിടെ വെച്ച് തന്നെ പ്രകാശൻ മരണപ്പെട്ടു. ആ വാർത്ത കേട്ടവർ മൂക്കത്ത് വിരൽ വെച്ചുപോയി. സ്വന്തം മകൾക്ക് വേണ്ടി ഒരമ്മ നീതി നടപ്പിലാക്കി. അധികം വൈകാതെ മീഡിയാസ സംഭവം ഈ തലക്കെട്ടോടെ തന്നെ റിപ്പോർട്ട് ചെയ്തു. കുറ്റം പറഞ്ഞവർ എല്ലാവരും നിമിഷങ്ങൾ കൊണ്ട് ഇന്ദുവിൻ്റെ പക്ഷം ചേർന്നു. കള്ള് തലയ്ക്ക് പിടിച്ച് കാമവറി മൂത്ത് എൻ്റെ കുഞ്ഞിനെ അയാൾ കൊന്നു കളഞ്ഞതാണ്. അയാളുടെ വിധി എനിക്ക് തന്നെ നടപ്പിലാക്കണമായിരുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ വക്കീലിനെ കൊണ്ടുവന്നതും കള്ളസാക്ഷി പറഞ്ഞ് അയാളെ പുറത്തിറക്കിയതും. ഇപ്പോൾ നീതി നടപ്പിലാക്കപ്പെട്ടു. പോലീസിനോടും ഇന്ദു അതുതന്നെ ആവർത്തിച്ചു. അതോടെ നാട്ടുകാർക്ക് മുന്നിൽ ഒരു വീരവനിതയായി മാറിയവൾ. അവളാണമ്മ. അല്ലേലോ ഇവനെയൊക്കെ അകത്ത് ആയാൽ എന്താ സംഭവിക്കുക? സർക്കാർ ചിലവിൽ തിന്ന് ചീർക്കുക, അത്ര തന്നെ. ഇന്ദു ചെയ്തതാ ശരി. മകൾക്ക് വേണ്ടി അവൾ നീതി നടപ്പിലാക്കി. ഇനി ജയിലിലാണേലും സമാധാനത്തിൽ സംതൃപ്തിയിൽ ജീവിക്കാം അവൾക്ക്. കുറ്റം പറഞ്ഞവർ ഓരോരുത്തരായി മാറ്റി പറഞ്ഞു തുടങ്ങുമ്പോൾ മനസ്സ് നിറഞ്ഞ സന്തോഷത്തിൽ മകളെ ഓർത്ത് തേങ്ങിക്കൊണ്ട് ഇന്ദു ജയിലിലേക്ക് യാത്രയായി. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.